ഹരേ കൃഷ്ണ. തിരുപ്പാവൈ പാസുരം. പാസുരം 26. ഈ തിരുപ്പാവൈ വ്രതം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഭഗവാനെ കീർത്തി പാടുകയാണ് ആണ്ടാളമ്മ. അങ്ങനെ ഭഗവാനെ പല്ലാണ്ട് പാടാനായിട്ട് ആണ്ടാളമ്മയ്ക്കും സഖിമാർക്കും പറയ് വേണം. മംഗളദീപങ്ങളും കൊടികളും വിധാനങ്ങളും ഒക്കെ വേണം. ആലിലയിൽ ശയിക്കുന്നവനായ ഭഗവാനെ ഞങ്ങൾക്ക് ഇതെല്ലാം തന്ന് അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ വ്രതം സമ്പൂർണ്ണമാക്കി തീർക്കണേ എന്ന് ഈ പാസുരത്തിൽ ആണ്ടാളമ്മയും സഖിമാരും പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ പറയ് അനുഗ്രഹിക്കുമ്പോൾ അത് കൊട്ടിപ്പാടും. ഭഗവാനെ പല്ലാണ്ട് പാടും നമ്മുടെ ആണ്ടാളമ്മയും സഖിമാരും. അത് ഈ ഭഗവാന്റെ പാഞ്ചജന്യ ശംഖിൻ്റെ ശബ്ദം പോലെ ആളുകളുടെ ചെവിയിലെത്തും. അപ്പോൾ ഭഗവാന്റെ ഭക്തർക്ക് അത് ആനന്ദം നൽകും. ഭഗവാന്റെ ഭക്തരുടെ ശത്രുക്കൾക്കത് ഭീതിയും ജനിപ്പിക്കും. വീണ്ടും ആണ്ടാളമ്മയും സഖിമാരും പറയുന്നത്, താലപ്പൊലി വിളക്കേന്തി ആ കൊടിക്കൂറയൊക്കെ പിടിച്ചുകൊണ്ടാണ് പറയി കൊട്ടിയാണ് തങ്ങളുടെ വ്രതം അവസാനിപ്പിക്കുന്നത് ആണ്ടാളമ്മയും സഖിമാരും. ഈ വ്രതം അവസാനിപ്പിക്കാനായിട്ട് ആ പറയി കൊടുക്കുന്നത് ഭഗവാനാണ്. ഞങ്ങളുടെ വ്രതം ഭഗവാൻ സ്വീകരിച്ചു, അതുകൊണ്ടാണ് ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയി തന്നത്. അതുകൊണ്ട് അത് എല്ലാവരെയും അറിയിക്കണം. പറയി കൊട്ടി തന്നെ അത് കേൾക്കുന്ന ഭക്തരുടെ ഹൃദയത്തിലെ ആനന്ദം ജനിപ്പിക്കണം. അങ്ങനെ ഈ വ്രതം എടുത്താൽ ഭഗവാൻ നമ്മെ തീർച്ചയായും കേൾക്കും. ഭഗവാൻ ഞങ്ങളെയും കേട്ടിരിക്കുന്നു. ഇത് എല്ലാ ഭക്തരെയും അറിയിക്കുകയാണ് ആണ്ടാളമ്മയും സഖിമാരും. ഹരേ കൃഷ്ണ.